സുഭാഷിതം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CH ഇസ്മായിൽ ഫാറൂഖി. വിശുദ്ധമായ റമളാൻ അതിന്റെ ആദ്യ വാരം അവസാനിക്കാറായി. പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധമായ റമളാൻ. നീണ്ട 11 മാസത്തെ കാത്തിരിപ്പിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് റമളാൻ മാസം കടന്നുവരുന്നത്. ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസമാണത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിനങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാസമാണ് ഓരോ റമളാനും. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നോമ്പ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ പല വിധത്തിലാണ് മാറ്റിപ്പണിയുന്നത്. മനുഷ്യന്റെ ആത്മീയ തലങ്ങളെ തലോടുന്നതാണ് വ്രതാനുഷ്ഠാനം. സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് വ്രതം നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞും സ്ത്രീ പുരുഷ സംസർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് വ്രതാനുഷ്ഠാനത്തിന്റെ ബാഹ്യമുഖം. തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ താൽപര്യങ്ങൾക്ക് വഴിപ്പെടാൻ സന്നദ്ധമാകലാണ് അതിന്റെ ആന്തരികമായ വശം. നോമ്പുകൊണ്ടുദ്ദേശിക്കുന്നത് വിശപ്പും ദാഹവും സഹിക്കൽ മാത്രമല്ല, കാഴ്ചയും കേൾവിയും ചിന്തയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിക്കൽ കൂടിയാണ്. കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും മാസമാണ് റമളാൻ. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും അത് ഊട്ടിയുറപ്പിക്കുന്നു. സഹജീവികളോടുള്ള കരുണയാണ് അതിൽ പരമപ്രധാനം. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യം ഇതര ജീവികളോട് കാണിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവീൻ, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്നതാണ് പ്രവാചകന്റെ മഹത്തായ വചനം. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിലാണ് പ്രവാചകൻ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത്. ദാനധർമ്മങ്ങളിൽ അശരണരെയും അഗതികളെയും പ്രയാസപ്പെടുന്നവരെയും പരിഗണിക്കാൻ മതം അനുശാസിക്കുന്നു. ഇഫ്താറുകൾ റമളാനിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അനുഷ്ഠാനത്തിന്റെ തലവും സാഹോദര്യത്തിന്റെ മുഖവും അതിൽ കാണാം. പാരസ്പര്യത്തെയും സൗഹാർദ്ദത്തെയും ശക്തിപ്പെടുത്താനുള്ള മികച്ച ഉപാധികളാണ് ഇഫ്താറുകൾ. അറിയാനും അടുക്കാനും ഇഫ്താർ മീറ്റുകൾ സഹായകമാകുന്നു. ജാതിമത ചിന്തകൾക്കതീതമായി മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇഫ്താറുകൾ വ്യാപകമായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമാക്കുക, സംശുദ്ധ ജീവിതം നയിക്കുക, അശരണരെയും അഗതികളെയും സഹായിക്കുക, അധർമ്മത്തിനെതിരെ പോരാടുക, ഇവയൊക്കെയാണ് നോമ്പിലൂടെ നേടിയെടുക്കുന്ന പുണ്യപ്രവർത്തനങ്ങൾ. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടദാസനാകാനും വിശുദ്ധി നിലനിർത്തുവാനും റമളാൻ കൊണ്ട് സാധിക്കുകയാണ്. അങ്ങനെ സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ